ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു സ്വിസ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. വളരെ സിമ്പിളായിട്ട് മിനിറ്റുകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പഞ്ഞി പോലത്തെ ഒരു സ്വിസ് റോൾ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അതേപോലെ നല്ല ചെറിയ സ്വിസ് റോളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടി അധികമൊക്കെ ക്വാണ്ടിറ്റി എടുത്താൽ മതി കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സി യൂസ് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഞാനിവിടെ പെട്ടെന്ന് തന്നെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തേ ഉള്ളൂ കേട്ടോ. ഇനി ഞാനിത് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ പാല് ചേർത്ത് കഴിഞ്ഞാൽ കേക്ക് ഒന്നും കൂടി നല്ല ടേസ്റ്റും സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പാല് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ പാലില്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടുത്ത ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഒന്നിച്ചിന് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മിക്സ് ചെയ്യാനൊക്കെ എളുപ്പം ഓരോ ടേബിൾ സ്പൂൺ ആയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ച് ഈസി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിതാ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെയും പകുതി ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു നുള്ളു ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പഞ്ചസാര ഒക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതും കൂടി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള മിക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഒട്ടും കട്ടിയൊന്നും ഇല്ല കേട്ടോ. ഞാനിവിടെ ഒരു ഫ്രൈ പാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിലോട്ട് നമ്മുടെ കേക്ക് മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാന് നന്നായിട്ട് ചൂടായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അതേപോലെ ലോ ഫ്ലെയിമിൽ ആക്കി വെക്കുകയും ചെയ്യാം. എന്നിട്ട് നമുക്ക് തവി ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് എല്ലാ സൈഡിലേക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് മതി, മാക്സിമം ഒരു 3 മിനിറ്റ് മതി. അപ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും മൂടി വെച്ചിട്ട് വേവിക്കുന്ന ടൈമിൽ. കാരണം അത്രയും തിന്നായിട്ടാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. എത്രത്തോളം തിന്നാണോ അത്രയും ടേസ്റ്റിയാണ് കേട്ടോ ഇതിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തിന്നാക്കിയിട്ട് ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കട്ടി വേണമെന്നൊക്കെ തോന്നാമെങ്കിൽ ഞാൻ എടുത്തതിനേക്കാൾ കുറച്ചും കൂടി എമൗണ്ട് എടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി കട്ടി കിട്ടും. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ കേക്ക്. അപ്പോൾ അതാ നമുക്ക് ഈ ഷീറ്റ് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. 2 മിനിറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് അല്പം വിപ്പിംഗ് ക്രീമാണ് തേച്ച് കൊടുക്കുന്നത്. ഇത് ഞാൻ വിപ്പിംഗ് ക്രീം ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് കുറച്ച് കളറ് ചേർത്ത് കൊടുത്തതാണ്. ഞാൻ ഇതിന് മുമ്പ് നല്ല തിക്കായിട്ട് ഇങ്ങനെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വിപ്പിംഗ് പൗഡറിൽ നിന്ന് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ജാം ഇഷ്ടമുള്ളവർക്ക് അത് എടുക്കാം, അല്ലെങ്കിൽ ന്യൂട്രൽ എടുക്കാം. എന്ത് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഫില്ലിംഗ് ആണോ ഇഷ്ടം അതിനനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീം എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ന്യൂട്രലാണെങ്കിലും ജാം ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. സ്വിസ് റോളിൻ്റെ ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഒരു ബേക്കിംഗ് പേപ്പർ എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് റോൾ ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് പേപ്പർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് അലൂമിനിയം ഫോയിലോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അതിലേക്ക് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ബേക്കിംഗ് പേപ്പറും വീട്ടിലുണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് കേക്കിന് വേണ്ട ബേക്കിംഗ് പേപ്പർ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ഇത് ഫ്രിഡ്ജിലോട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാണ്. നന്നായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് റോളായിട്ട്. എങ്കിലും മാത്രമല്ല നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം ഇതിവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ആ ഫ്രിഡ്ജിൽ നിന്ന് ഒന്നെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്വിസ് റോൾ കട്ട് ചെയ്യുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നമ്മളിത് റൗണ്ട് തവിയിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കളയേണ്ടി വരും കേട്ടോ. നമ്മളിത് പെർഫെക്റ്റ് ആയിട്ട് സ്ക്വയറിലാണ് ഉണ്ടാക്കിയതെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലത്തും നല്ല പെർഫെക്റ്റ് ഷേപ്പ് കിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ റൗണ്ടിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഈ സൈഡ് ഭാഗം ഒന്ന് കളയാം. കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ആ ഷേപ്പ് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ബാക്കി ഭാഗം സ്വിസ് റോളിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം.
അപ്പം നമുക്ക് സ്ക്വയറിലാകുമ്പോൾ കറക്റ്റായിട്ട് അത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. എല്ലാ ഭാഗവും നല്ല ഷേപ്പായിട്ട് തന്നെ. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സ്വിസ് റോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. മക്കൾക്കൊക്കെ ഇനി വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ വീട്ടിലുണ്ടാക്കി കൊടുത്താൽ മതി. ജാമോ എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്താലും മതി. എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. താങ്ക്